എല്ലാവർക്കും വന്നാസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ട്രിപ്പൊന്നല്ല പോകുന്നത്. നിങ്ങൾക്ക് ഈ ഇത് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ്, ഒരു ഫുൾ ബോഡി മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാഹചര്യത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക മാസം കൂടെയാണ്. അപ്പോൾ കർക്കിടകത്തിൽ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ കർക്കിടകം അല്ലാത്ത സമയത്താണെങ്കിലും നല്ല ഹെവി വർക്കൊക്കെ ഉള്ളവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ എപ്പോഴും സ്ഥിരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവര്, അതുപോലെ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവര്, അങ്ങനെയുള്ളവർക്ക് സ്ട്രെസ്സൊക്കെ കുറക്കാനും എല്ലാം നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ വല്ലപ്പോഴൊക്കെ ആയുർവേദത്തിൽ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണം. അത് 1 ദിവസം 5 ദിവസം അങ്ങനെ പല ഡേയ്സ് ഉണ്ട്. ഞാനിപ്പോൾ 1 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നിട്ട് അവിടെ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും എല്ലാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള നല്ല ഗുണമാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ വല്ലപ്പോഴും ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ്, നല്ലൊരു ഫുൾ മസാജിങ് ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ കൂടുതലും പൈസ കൊടുത്ത് അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും അസുഖങ്ങൾ വരാതിരിക്കാനും അതിനുവേണ്ടിയും എപ്പോഴും നല്ലതാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ആയുസ് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത്, പേട്ട ജംഗ്ഷനിലുള്ള. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ്, ഇതാണ്ടോ മേഘ ഡോക്ടർ. നമുക്ക് ലേഡീസിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ മേഘ ഡോക്ടർ ഉണ്ട് ലേഡീസിനായിട്ട്. അപ്പോൾ ആ ഡോക്ടറോട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ എല്ലാം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എക്സ്ട്രാ ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലേ? ഓക്കെ. ഏറ്റവും ഇപ്പൊ കൂടുതൽ ഇപ്പൊ കർക്കിടകം പോകുമ്പോൾ എങ്ങനെ ഡോക്ടർ കൂടുതലും എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് വരുന്നത്? കർക്കിടകം നമുക്ക് പൊതുവെ നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയം അതൊക്കെ ഒന്ന് വയ്ക്കുമ്പോൾ സൗണ്ട് എനിക്ക് ചിലപ്പോൾ കേൾക്കും. ഓക്കെ. കർക്കിടകം ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യുന്നത് തന്നെ ഒരു നമ്മൾ ഈ സമയത്ത് നമ്മുടെ എനർജി കുറവാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടാണ് കർക്കിടക ദിവസം പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും വീക്കായിട്ടിരിക്കുന്ന സമയം നമ്മൾ കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളവർക്ക് അഭ്യംഗം, പിന്നെ ഉദ്വർത്തനം, അതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, ഏതെങ്കിലും കിഴി ഒക്കെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പൊതുവെ പോകാറ്. പിന്നെ എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മിക്ക IT ഫീൽഡിലല്ലേ, IT ഫീൽഡിലുള്ളവർക്ക് പൊതുവെ പുറത്ത് വേദന ഉണ്ടാവും, കഴുത്തിന് വേദന ഉണ്ടാവും. സത്യം, അത് ഇപ്പൊ മെയിൻ ആയിട്ട് ഈ കഴുത്തിന്റെ ഭാഗത്ത് പെയിൻ വരുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്തവരില്ല. അല്ലെങ്കിൽ 2 വീലറിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും. അപ്പൊ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും, അലർജികൾ ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ചേഞ്ചസ് വരും. ഓക്കെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ വരുമ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഞാനുണ്ട്, വേറെ ഡോക്ടറുണ്ട്, സീനിയർ ഡോക്ടറുണ്ട്. ഞാനിപ്പോ ഇവിടെ ചെയ്തേക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. ഇപ്പം സിമ്പിൾ ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അഭ്യംഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാധാരണ എണ്ണ വെച്ച്, നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും എണ്ണ വെച്ചിട്ടുള്ള സാധാരണ അഭ്യംഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. റിജുവനേഷൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ, റിലാക്സേഷന് വേണ്ടിയിട്ടും ഒന്നൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ട്രീറ്റ്മെന്റ് മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചെയ്ത ചേച്ചിനെ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താം. ചെയ്ത റൂംസും എങ്ങനെയൊക്കെയാണ് ചെയ്തെന്നുള്ള ചെറിയൊരു ഡീറ്റെയിൽ ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നല്ല റിലാക്സ് ആയിട്ട് കൂടി എല്ലാം കഴിഞ്ഞ് ദേ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, നല്ല ഡിഫറൻസ് എനിക്ക് ഫേസിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബോഡി ആണെങ്കിൽ മൊത്തം ഒന്ന് റിലാക്സ് ആയതുപോലെ ഫ്രീ ആയതുപോലെ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ലേഡീസിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞില്ല, ഞാൻ തന്നെ ഇട്ട പിടിക്കുന്നത്. അപ്പോൾ എനിക്കത്ര ഷെയ്ക്ക് ചെയ്തൊക്കെ ചിലപ്പോൾ വരും, അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ എനിക്കിത് ചെയ്തു തന്നത് ഈ ചേച്ചിയാണ്. ചേച്ചിയുടെ പേരൊന്ന് പറഞ്ഞു. ഗീത ചേച്ചിയാണ് കേട്ടോ എനിക്ക് ബോഡി മസാജ് ഫുള്ളായിട്ട് നമ്മളുടെ
ഈ ഒരു ആയുർവേദിക് മസാജ് ചെയ്ത് എന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അതെ റെജുനേഷൻ ട്രീറ്റ്മെന്റ്. അത് മൊത്തത്തിലൊന്ന് റിലാക്സ് ആവാം. അത് ഒരു ദിവസം 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ടൈമും കൂടുതലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഡേയ്സ് ഒക്കെ കൂട്ടി ചെയ്യാം. ഞാനിപ്പോ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം തന്നെ നമുക്ക് വന്നിട്ട് മൊത്തത്തിൽ തല മുതൽ നമ്മുടെ കാൽപാദം വരെ ഫുൾ മസാജ് ചെയ്ത് തരും. നമുക്ക് നല്ല ഓയിലൊക്കെ ഇട്ടുകഴിഞ്ഞ് അപ്പൊ നല്ലൊരു റിലാക്സേഷൻ ശരിക്കും നമുക്ക് കിട്ടും. ഞാൻ ചെയ്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇത് ലേഡീസിന്റെ ബാത്റൂം സൈഡ് ആയതുകൊണ്ട് ഇപ്പൊ ആണുങ്ങൾക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പൊ സ്റ്റീഫൻ ഞാൻ അതാണ് ഇങ്ങോട്ട് വരാത്തത്. ഞാൻ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞോട്. ഇത് നമ്മള് കിടത്തി എണ്ണത്തോടി അല്ലേ? അതെ, ഇതിലാണ് പാത്തി. ശരിക്കുള്ള വേർഡ് അതാണല്ലേ? ഓക്കെ. ഇതിൽ കിടത്തിയാണ്ട് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ഇത് മസാജിങ് ഒക്കെ അവർ ചെയ്ത് തന്നത്. അതെല്ലാം കഴിഞ്ഞ് അത് ഫസ്റ്റ് ഓരോ പാർട്ട് അല്ലേ 1 by 1 ഇട്ട് അങ്ങനെ. ഓക്കെ, 2 സൈഡും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അതിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് ഫുൾ ബോഡി മസാജ് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ആദ്യമേ തല ബോഡി മസാജ് ബാക്ക് പാർട്ട് അങ്ങനെയാണ് നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നേരെ നമ്മളെ പുഴുങ്ങിയെടുക്കും. സ്റ്റീം ചെയ്യുക, അതായത് പുഴുങ്ങിയെടുക്കാന്ന് പറയും. ഇതിലാണ് നമ്മളെ കയറ്റി ഇരുത്തുക. ഇപ്പൊ എന്റെ കഴിഞ്ഞിട്ട് ചേച്ചി ഫുൾ ക്ലീൻ ചെയ്ത് ഈ ഒരു ചെയറുണ്ട്. ഈ ചെയറിൽ നമ്മൾ ഇരിക്കും. ഇരുന്ന ശേഷം ഈ ഡോർ അങ്ങനെ ക്ലോസ് ചെയ്യും. ഈ ഡോറ് ക്ലോസ് ചെയ്ത് നമ്മളെ സിനിമയിലൊക്കെ കാണൂലേ അതേപോലെ ഇതുകൊണ്ട് ക്ലോസ് ചെയ്ത് തല മാത്രം പുറത്തുണ്ടാവണമെന്നില്ല. ഈ തല മാത്രം പുറത്തുണ്ട്. ബോഡി ഫുൾ നമ്മുടെ ഒരു 10-20 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ 20 മിനിറ്റ് മാക്സിമം അല്ലേ 20 മിനിറ്റ്സ്. ഓക്കെ. ഇത് പ്രവർത്തിക്കുന്ന ഒരു കുക്കർ സ്റ്റീമർ കുളിക്കലാണ്. അപ്പൊ നമ്മൾ ആ മസാജ് ചെയ്തിട്ട് ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം പുറത്ത് പോകുമ്പോൾ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നീരൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും അല്ലേ ചേച്ചി? അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അതെല്ലാം ആ വേർപ്പോടെ നമ്മളുടെ ഇന്ന് ഫുള്ളായിട്ട് വേർത്ത് പോകും അല്ല? അങ്ങനെയല്ലേ ശരിക്കും തന്നെ? അപ്പൊ അതാണ് അതിന്റെ എനിക്കിപ്പോഴേ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. നല്ല സുഖം എവിടെയെങ്കിലും ഒന്ന് കിടക്കാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായത് നട്ടെല്ല് വേദന, ഈ ബാക്ക് പെയിൻ, അങ്ങനത്തെ ഇത്, പിന്നെ ഈ സ്പൈനൽ കോഡിന്റെ, പിന്നെ കൈയിന്റെ, പിന്നെ വാദം വന്നിട്ട് സ്ട്രോക്ക് വന്നവർക്ക് എല്ലാത്തിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ. പ്രത്യേകിച്ച് ഈ എന്താ പറയാ ഇപ്പോഴത്തെ ഇതിന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ എല്ലാവരും ബാക്ക് പെയിനും വരും, സ്പൈനൽ കോഡ് പ്രോബ്ലം. അതെ, എനിക്കൊക്കെ ചെയ്തപ്പോ എന്റെ കൈയാണ് എനിക്ക് ശരിക്കും നീർക്കെട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നീർക്കെട്ടുണ്ടായിരുന്നു. ഇവിടെ അത് ഏറ്റവും കൂടുതൽ വണ്ടി 2 വീലർ ഓടിക്കുന്നവർക്ക്, കാർ ഓടിക്കുന്നവർക്ക്, പിന്നെ മൊബൈൽ നിറയെ ടൈം ഇങ്ങനെ. ഞാനൊക്കെ ഈ രാത്രി മൊബൈൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിന്ന് ലാസ്റ്റ് കിടന്നുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഈ കൈയുടെ 2 ഭാഗത്തായിട്ട് നമുക്ക് വേദന. അത് ശരിക്കും എനിക്ക് ആ തിരിഞ്ഞപ്പോഴും ആ പെയിൻ അവിടെ എടുത്തായിരുന്നു, നന്നായിട്ട് പെയിൻ എടുത്തായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്, 2 വീലറിലാണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉള്ളവർക്ക് അതിന്റെ ആ ഒരു സ്ട്രെയിൻ ശരിക്കും നമുക്ക് വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഞാൻ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ഈ വിശേഷങ്ങള്. അപ്പൊ നല്ലൊരു റിലാക്സേഷൻ, പ്രത്യേകിച്ച് കർക്കിടക സമയത്ത് എടുക്കുമ്പോൾ നല്ല ശരിക്കും ആ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. കർക്കിടകം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി വൈസ് ഒക്കെ ആണെങ്കിലും ഒരു റിലാക്സേഷൻ മസാജ്, അതെ, അങ്ങനത്തെ മസാജസ് ഉണ്ട്. പിന്നെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ധാര, ശിവധാര, ട്രീറ്റ്മെന്റിന് ആവശ്യത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്. അതെ, ഇവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ ഉണ്ട്, ലേഡി ഡോക്ടർ ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരതനുസരിച്ച് വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിന് എന്തൊക്കെ വ്യത്യാസം വേണം, എക്സ്ട്രാ എന്തെങ്കിലും വേണോ എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇത് മതി എന്നുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ചേച്ചി നന്നായിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ലൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ
വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും വരിക. അതെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ആളെന്നെ നന്നായിട്ട് ചെയ്തു തരും. അതെ, നല്ല ചേച്ചി നല്ലത്. നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടി. എനിക്ക് ആ പെയിൻ എല്ലാം, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നൊക്കെ എനിക്ക് നന്നായിട്ട് മാറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഒന്ന് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ലേഡീസ് നമുക്ക് ആദ്യം ഒരു ചമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് ലേഡീസ് എന്നതുകൊണ്ട് നമുക്കൊരു കംഫോർട്ടാണ്. പിന്നെ നമുക്ക് എനിക്കും അറിയാവുന്ന ഒരു സ്ഥലവും കൂടി ആയിരുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് എത്രത്തോളം അവിടെ സേഫ്റ്റി ആണ്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസും സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യണത്. പ്രത്യേകിച്ച് ലേഡീസിന് നമുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു കംഫോർട്ട്. അപ്പൊ ഗീത ചേച്ചി എനിക്ക് നല്ലൊരു കംഫോർട്ടായിട്ട് തോന്നി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നു. അപ്പൊ ജെന്റ്സിന് ഇവിടെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആളുണ്ട്. അവര് അതിനു വേണ്ടി അത് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടില്ല. രണ്ട് സെക്ഷനാണ്, 2 സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചോക്കുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കംഫോർട്ടാണ് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ഇത് ഞങ്ങളുടെ ഇന്നത്തെ കർക്കിടകത്തിന് പ്രമാണിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. കുറച്ച് ലേറ്റായി. എന്നാലും ഇഷ്ടമുള്ളവർക്ക് കർക്കിടകം തീരുന്നതിന് മുമ്പായിട്ടും വരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇപ്പൊ ഡീറ്റെയിൽസ് അതെ, ട്രീറ്റ്മെന്റ് മെഡിസിൻ ഇവിടെ ഹോസ്പിറ്റലാണ്. ഇത് ആയുർവേദിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആദ്യമേ പറഞ്ഞു, ആയുസ് ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് ഞാൻ നിങ്ങളെ കൂടെ അറിയിച്ചത്, ഞാൻ ഈ ചെയ്തത് എനിക്കൊരു നല്ല റിലീഫായി, എനിക്കിതിനൊരു റിസൾട്ട് ഉണ്ട്. അപ്പം നിങ്ങളെയും കൂടെ പറഞ്ഞു വെച്ചതാണ്, ഷെയർ ചെയ്താണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചേച്ചിന് ബൈ പറഞ്ഞു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.